ഹലോ എവരി വൺ, ഐ എം ഡോക്ടർ ഹസൻ ജവഹർ, നിങ്ങളുടെ ഹോമിയോപ്പതിക് സൈക്യാട്രിസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ മൊബൈൽ അഡിക്ഷനെ പറ്റിയാണ് സംസാരിക്കുന്നത്. എന്നോട് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. മക്കളിലുള്ള മൊബൈൽ അഡിക്ഷൻ പ്രശ്നമായിട്ടാണ് ഒരുപാട് പേരൻസ് എൻ്റെ അടുത്ത് വരാറുള്ളത്. പക്ഷേ യൂഷ്വലി എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് കോമൺ ആയിട്ട് ചോദിക്കുന്നൊരു കാര്യമാണ്, ഈ സാധനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഫോൺ ഇങ്ങനെ കാണിച്ചു തരും. അപ്പോൾ അവർക്ക് തന്നെ അറിയാം അവർ അഡിക്റ്റഡ് ആണ്, പക്ഷേ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് അറിയാത്തൊരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഈ മൊബൈൽ അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് ആദ്യം കുറച്ച് പേഴ്സ്പെക്റ്റീവ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഒരു കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വെയിറ്റ് കൺട്രോളുമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ജിമ്മ് പോകുന്നതായിട്ടൊക്കെ ഒന്ന് താരതമ്യം ചെയ്യാം. അപ്പം നമ്മൾ ഒരു ബാലൻസ്ഡ് എക്സസൈസ്, ഫുഡ്, മറ്റു കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ട്രെയിനർ ഉണ്ടായി. ആ ട്രെയിനർ നമ്മൾ ട്രെയിൻ ചെയ്ത് നമ്മൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടി എഫക്റ്റീവ് ആവില്ലേ? അതേപോലെ തന്നെയാണ് നമ്മളെ മൊബൈൽ അഡിക്ഷനിൽ ചിലപ്പോൾ നമുക്ക് മറ്റ് സഹായികൾ ആവശ്യമായിട്ട് വരും. ഞങ്ങളെ പോലത്തെ സൈക്യാട്രിസ്റ്റുകളെയോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകളെയോ ഒക്കെ ആവശ്യമായിട്ട് വരും. അപ്പം അതിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ആവശ്യമായിട്ട് വരുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നമുക്ക് തന്നെ എക്സസൈസ് വീട്ടിൽ ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ ചെയ്യാം. പക്ഷെ നമ്മൾ ജിമ്മിൽ പോയാൽ അത് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ ഒരു ട്രെയിനറും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ദിവസം മടിച്ചിരിക്കുകയാണെങ്കിലും അദ്ദേഹം നമ്മളെ കൊണ്ട് അത് ചെയ്യിച്ചോളും. അല്ലെങ്കിൽ 2 ദിവസം കാണാതായാലും ആൾ വിളിച്ച് അന്വേഷിക്കും എന്താ വരാത്തത്. അപ്പോൾ നമുക്കൊന്നുകൂടി മോട്ടിവേറ്റഡ് ആവും. അപ്പം നമ്മളുടെ ഏറ്റവും വലിയ കാര്യം ഇവിടെ കൺസിസ്റ്റൻസി നിലനിർത്തുക എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഈ മൊബൈൽ അഡിക്ഷനിൽ. നമ്മൾ മൊബൈൽ അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അധികം ആവശ്യം ഒരു പെർസീവിയറൻസ് ആണ്. നമുക്ക് ഭയങ്കരമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കാര്യം നമുക്ക് നടത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും. നമ്മൾ വീണ്ടും അതിലേക്ക് വീണുപോകും, വീണ്ടും ശ്രമിക്കണം, വീണ്ടും വീണുപോകും, വീണ്ടും ശ്രമിക്കണം. അപ്പോൾ അവിടെ നമ്മളുടെ ഈ കൗൺസിലേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ മെഡിസിനൽ ഹെൽപ്പൊക്കെ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും മൊബൈൽ അഡിക്ഷൻ എന്താ മരുന്നിൻ്റെ ആവശ്യം വരും. കാരണം നമ്മൾ ഈ മൊബൈൽ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മൊബൈൽ എന്ന് പറയുന്ന മൊബൈലിലൂടെ നമുക്ക് കിട്ടുന്ന ഡോപ്പമിൻ സർജിൻ്റെ അടിമപ്പെട്ടതാണ്. നമ്മൾ കള്ളിൽ അഡിക്റ്റഡ് ആവുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ സിഗരറ്റിൽ അഡിക്റ്റഡ് ആവുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ മറ്റൊരു സബ്സ്റ്റാൻസിൽ MDMA അല്ലെങ്കിൽ കഞ്ചാവിലോ ഒക്കെ അഡിക്റ്റഡ് ആവുന്നത് എന്തുകൊണ്ടാണ്? ഈ ഡോപ്പമിൻ സർജ് തന്നെയാണ് അവിടെയൊക്കെ കിട്ടുന്നത്. അത് ഒരു സബ്സ്റ്റാൻസ് യൂസ് ചെയ്ത് കിട്ടുന്നതിന് പകരം ഇവിടെ നമുക്ക് ഫോണിൽ നിന്ന് കിട്ടുന്നു, അല്ല അതിലുള്ള കണ്ടൻറ്റിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളത് മാത്രം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതേപോലെ ഇവിടെയും ചിലപ്പോൾ മെഡിസിൻ ഉപയോഗിക്കേണ്ടി വന്നേക്കാം. അത് ചില കേസുകൾ, എല്ലാവർക്കും വേണമെന്നല്ല. ഇവിടെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളുടെ ഫോൺ എന്ന് പറയുന്നത് ഒരു ഹാൻഡ് ഹെൽഡ് ഡിവൈസാണ്. ഇത് കുറേ പണ്ട് തൊട്ടേ ഉള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് സ്റ്റോൺ ഏജൊക്കെ കഴിഞ്ഞ തൊട്ടേ ഉണ്ടാവും. കാരണം കയ്യിൽ അന്നൊരു കത്തി ആളുകൾ കരുതിയിട്ടുണ്ടാവും അവരാവശ്യത്തിന് വേണ്ടിയിട്ട്. അതിനുശേഷം ചിലപ്പോൾ ഒരു വടിയായിട്ടുണ്ടാവും, 3 വടിയായിട്ട് അല്ലെങ്കിൽ കാര്യം. ഇപ്പം നമ്മളുടെ മൂസാ നബിയുടെ കഥയൊക്കെ പറയുമ്പോൾ അതിൽ പറയുന്നുണ്ട്, മൂസാ നബിക്ക് ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, ഒരു വടി ഉണ്ടായിരുന്നു. ആ വടി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇല ആടിന് പൊഴിച്ചു കൊടുത്തിരുന്നത്, എന്നെ നടക്കാൻ ഇത് സഹായിക്കും, എന്നെ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു, ദൈവത്തിനോട് സംസാരിക്കുന്ന സ്ഥലത്തൊക്കെ അത് പറയുന്നുണ്ട്. ഇതേപോലെ ഓരോരുത്തരുടെ കയ്യിലും ഇപ്പോൾ ചില ഇതിൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. അപ്പം ഇങ്ങനെ ഹാൻഡ് ഹെൽഡ് ഡിവൈസ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഏറ്റവും നൂതനമായ 2025 അല്ലെങ്കിൽ 2000s തൊട്ടുള്ള നമ്മളുടെ ഒരു രീതിയാണ് സത്യം പറഞ്ഞാൽ ഫോൺ.